ന്യൂസിന് വന്ദനം. ആദരണീയരായ വിധികർത്താക്കളെ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. പല വേദികളിലും നാം കേട്ടിട്ടുള്ള വാചകമാണിത്. അതെ, വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരുമാണ് നാളത്തെ ഭാരതത്തിന്റെ ശക്തിയും സമ്പത്തും. അതിനായി നമ്മൾ ഇന്നേ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു, സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രഥമ പൗരനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതാണ് സ്വപ്നം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരുതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയിറ്റൊരരസൽ ഗ്രാമഭംഗി. അതെ, ചെങ്ങമ്പുഴ കവിത പോലെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവ കൊണ്ട് വൈവിധ്യമായതാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം. അതെ, കേരളം എൻ്റെ സ്വപ്നങ്ങളിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാടായ കേരളത്തെ പറ്റി എനിക്കുമുണ്ട് ചില സ്വപ്നങ്ങൾ. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സ്ത്രീധനം, നിരക്ഷരത, അഴിമതി, ചൂഷണം എന്നിങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അഴിമതി, അനാരോഗ്യം, ദാരിദ്ര്യം, വിശപ്പ് ഇവയിൽ നിന്നെല്ലാമുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. വിവിധ സംസ്കാരങ്ങളും ആചാരങ്ങളും ഒത്തൊരുമിച്ച് കൈകോർത്ത് കഴിയുന്ന, ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വേർതിരിവുകളില്ലാത്ത, അഴിമതിരഹിത ജനാധിപത്യ വ്യവസ്ഥ ഉള്ളൊരു നാടാണ് എൻ്റെ സ്വപ്നങ്ങളിലെ കേരളം. വിദ്യാസമ്പന്നരായ ജനത, സ്ത്രീ പുരുഷ സമത്വം എന്നിവയാവണം നമ്മുടെ നാടിന്റെ മുഖമുദ്ര. ഉയർന്ന ചിന്താഗതികളും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പുരോഗതിയും അഭിപ്രായ സ്വാതന്ത്ര്യവും മാലിന്യമുക്തമായ നിരത്തുകളും നമ്മുടെ നാടിനെ വേറിട്ട് നിർത്തട്ടെ. സത്യം പറയാൻ ആരും ഭയക്കാത്തൊരു നാടാണ് നമ്മുടേത്. എൻ്റെ സ്വപ്നങ്ങളിലെ കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഞാൻ മുൻഗണന നൽകും. അമ്മയാണല്ലോ ആദ്യ ഗുരു. തൊട്ടിലാട്ടുന്ന കരങ്ങൾ രാഷ്ട്രം ഭരിക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ പലരും മുന്ന് സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നില്ല. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പൂർണ്ണ സുരക്ഷയുള്ള ഒരു നാടാവണം നമ്മുടേത്. മദ്യവും മയക്കുമരുന്നും അരങ്ങുവാഴുന്ന ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവജനതയെ എന്നേക്കുമായി ഇതിൽ നിന്ന് അകറ്റി ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഈ സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ നമുക്കും നമ്മുടെ പങ്കുവഹിക്കാനുണ്ട്. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുന്നവരായി, മറ്റുള്ളവർക്ക് മഹനീയമായ മാതൃക നൽകുന്നവരായി, മനസ്സുറപ്പിച്ച് പ്രവർത്തിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെ ഒരു നല്ല തലമുറയെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി.